എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്? ഉദുഉനി അസ്തജിബ് ലക്കും. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. എന്തേ ഉത്തരം കിട്ടാത്തത്? അറഫ്തുമുല്ലാഹ്, ദിക്ർ ചൊല്ലണം നിങ്ങൾക്കറിയാം, സ്വലാത്ത് ചൊല്ലണം എന്നറിയാം, നിസ്കരിക്കണം എന്നറിയാം, പക്ഷേ വലം തുഅദ്ദു ഹഖ്ഖഹു, കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നില്ല എന്നതാണ് അതിന്റെ ഒരു കാരണം. എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം? അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നിസ്കാരം, അല്ലാഹുവിന്റെ മുന്നിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നിസ്കാരം, അവനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ, നിനക്കല്ലാഹനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടെ നീ ളുഹർ നിസ്കരിച്ചാൽ, ആ ചിന്തയോടെ നീ മഗ്രിബ് നിസ്കരിച്ചാൽ, ആ ചിന്തയോടെ നീ ഇശാ നിർവഹിച്ചാൽ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്തു ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം തരാൻ റെഡിയാണ്. പക്ഷേ അവന് നൽകേണ്ട ഹക്കുകൾ നിങ്ങൾ നൽകുന്നില്ല. വജ്ജഹ്തു ഓതാൻ നമുക്ക് സമയമില്ല. ഫാത്തിഹ അത് ഒറ്റ ശ്വാസത്തിൽ ഓതാനേ നമുക്ക് നേരുള്ളൂ. സൂറത്ത് പിന്നെ സുന്നത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളത് ഓതലില്ല. ഓതണോലെ നിങ്ങളെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്, എന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് സൂറത്ത് ഓതലില്ല. പിന്നെ സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി, ഈ ദിക്ർ അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അതും അതിന്റെ കൃത്യമായ മഖ്റജോടെ, അല്ലെങ്കിൽ അതിന്റെ അക്ഷരങ്ങൾ വെളിവാക്കി ചൊല്ലാൻ നമുക്ക് നേരല്ല. സുബ്ഹാന റബ്ബിൽ അലം, സുബ്ഹാന റബ്ബിൽ അലം, സുബ്ഹാന റബ്ബിൽ അലം, ഇതാണ് നമ്മളെ ദിക്ർ. പിന്നെ എങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ ഹക്ക് വീട്ടി എന്ന് പറയാ? നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്യണ്ടേ? നിസ്കാരം അല്ലാഹ് കബൂലാക്കണ്ടേ? അല്ലാഹു തആലക്ക് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. മസ്തതഅത്തും, കഴിയുന്ന രൂപത്തിൽ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണം. സമയം കണ്ടെത്തണം, ഇത് കൃത്യമായി ചൊല്ലണം. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഒരു ഇരുത്തമുണ്ട്. അത് ഖസീറായ റുക്കിനാണ്, ചെറിയ റുക്കിനാണ്. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ലാത്ത റുക്കിനാണ്. പക്ഷേ ചെറിയ ഇരുത്തമാണെങ്കിലും അത് ഒരു 1.5 ഇരുത്തമല്ലേ? ആ ചെറിയ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? 7 ദുആയാണ് ആ ഇരുത്തത്തിലുള്ളത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹ് എൻ്റെ ദോഷം നീ പുറത്തു തരണേ, എനിക്ക് ആവശ്യമായ റിസ്ക് തരണേ, എനിക്ക് ആഫിയത്ത്, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, ജോലികളിൽ തടസ്സങ്ങളുണ്ട്. അതൊക്കെ നീ പരിഹരിക്കണേ എന്ന് ദുന്യവിയും മുഖറവിയുമായ നമുക്ക് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള 7 ദുആയാണ്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള ദുആ. പക്ഷേ അതൊന്ന് മനസ്സറിഞ്ഞു ചൊല്ലാൻ, ആ ഒരു ചെറിയ ഇരുത്തത്തിൽ ഒന്ന് മനസ്സറിഞ്ഞു ചൊല്ലാൻ നമുക്ക് സമയമില്ലാതെ രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നവരാണോ? അറഫ്തുമുല്ലാഹ്, റബ്ബിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. വലം തുഅദ്ദു ഹഖ്ഖഹു, ആ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറില്ല.